എന്താണ് ഉരുൾപൊട്ടൽ? കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെട്ട ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു. ഈ മർദ്ദത്തിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നു. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. ഇതിനോടൊപ്പം പാറകളും കടപുഴകിയ മരങ്ങളും ഒഴുകുന്ന വഴിയിലെ വീടുകളും കൃഷിസ്ഥലങ്ങളും സ്കൂളും ബിൽഡിങ്ങുകളും നശിക്കും. ഏകദേശം 22 ഡിഗ്രിക്കുള്ളിൽ ചെരിവുകളുള്ള മലപ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. മണ്ണിടിച്ച് നീക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാവും. മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലുകളാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണം. കേരളത്തിൽ 95% മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വനനശീകരണവും അശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് കാരണമാവുന്നു. പാറകളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാത്ത അവസ്ഥ, മണ്ണുകളുടെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക്, കല്ലുകളുടെ ബലഹീനത, ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലിന് കാരണമാവുന്നു. ചെങ്കുത്തായ മലകളും ചെരിവുകളും 70% നാടാണ് കേരളം. ഭൂപ്രകൃതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ ഉണ്ടായാൽ സ്വാഭാവികമായ മണ്ണിടിച്ചിലുണ്ടാവും. പക്ഷേ അത് ചെറിയ തോതിലുള്ളതായിരിക്കുമെന്ന് മാത്രം. ചരിവുകളുടെ സന്തുലിതാവസ്ഥക്ക് മാറ്റം വരുന്നതാണ് ഉരുൾപൊട്ടലിന് ഏറ്റവും പ്രധാന കാരണം. ചരിവിന്റെ മുകൾ ഭാഗത്ത് ഭാരം കൂടുന്നതോ അടിഭാഗത്തെ വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നതോ ഇതിന് വഴിയൊരുക്കും. നല്ല കനത്തിൽ മേൽമണ്ണുള്ള പ്രദേശങ്ങളിലെ ചെരിവുകളിൽ ഊർന്നിറങ്ങി ആ പ്രദേശമാകെ താഴേക്ക് നീങ്ങുന്നതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. മഴയാണ് മിക്കവാറും തുടക്കം കുറിക്കുന്ന പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നത്. മണ്ണിലെ കളിമണ്ണിന്റെ അംശം ഒരു പ്രധാന ഘടകമാണ്. ഒരു പരിധിക്കപ്പുറം ജലം നിറഞ്ഞാൽ കളിമണ്ണ് പാളി താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. എന്നാൽ ഉരുൾപൊട്ടൽ നടക്കുന്നത് അതീവ സാന്ദ്രമായ കറുകറുത്ത കാർമേഘങ്ങൾ മലമുകളിൽ തട്ടി അതിവേഗം വെള്ളമായി മാറുന്നു. മേഘങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഏകദേശം 1000 തുടങ്ങി 2000 ചതുരശ്ര അടി വരെയും വിസ്തീർണമുള്ള വളരെ ചെറിയ പ്രദേശത്ത് പതിക്കുന്നു. വലിയ അളവിലുള്ള വെള്ളം കുതിച്ചൊഴുകി മലയുടെ അടിവാരത്തുള്ള തോട്ടിൽ ചേരുന്നു. ഈ വെള്ളപ്പാച്ചിലിന്റെ വഴിയിലുള്ള സകലതും അതിലൊഴുകിപ്പോകുന്നു. ഇതാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ. മേഘം ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉരുൾപൊട്ടൽ എപ്പോഴും കുന്നിൻ മുകളിൽ നടക്കുന്നു. അതായത് കേരളത്തിലെ ഉരുൾപൊട്ടൽ വെള്ളപ്പാച്ചിലാണ്. ശക്തമായ മഴ ഏതെങ്കിലും ലോലമായ സ്ഥലത്ത് കൂടുതൽ പതിക്കും. കനത്ത മഴയിൽ മുകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ബലം ഉള്ളിലെത്തുന്നു. പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും. എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണുമാന്തിയും ഉറപ്പു നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു. അടിവശത്തു നിന്നും ഉണ്ടാവുന്ന മണ്ണിടിച്ചിൽ കാരണം മലയുടെ മുകൾ ഭാഗം മൊത്തമായി ഒലിച്ച് താഴേക്ക് വരുന്നു. മലമുകളിൽ വലിയ പാറകളും കല്ലുകളും മണ്ണും ജലവും ഉണ്ടാവും. ഇതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഒരു ലൈക്കും തരാൻ മടിക്കരുതേ. ആർക്കും ഇങ്ങനെയൊരു വിധി വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ.